കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10 മൂവാറ്റുപുഴയിൽ നവംബർ 29 ശനി രാവിലെ 10 മുനിസിപ്പൽ ടൗൺ ഹാൾ നെഹ്റു പാർക്കിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഡിസംബർ 5 വെള്ളി വൈകിട്ട് 5:30, ഡിസംബർ 6 ശനി രാവിലെ 10 പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. ഡോക്ടർ മാത്യു കുരുവിള ഇൻ ലണ്ടൻ, ഡിസംബർ 12 ഫ്രൈഡേ, ടൈം 6 to 9 p.m. Heart to heart. You may talk to Tangur brother personally. Contact 0788-307-5018. December 13 and 14, Saturday and Sunday. Time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and Deliverance Meeting, Croydon Tabernacle, 3840, Parsons Mead, West Croydon. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അഹമ്മദ് നഗറിൽ നടന്ന മീറ്റിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ വെറുതെ അവിടെ നടന്ന റിപ്പോർട്ട് കാണുകയല്ല, അത് കേട്ടോണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആത്മീയ വർധനവിലേക്ക് നടത്തും. സോ ലെറ്റ് us go over to അഹമ്മദ് നഗർ ക്രൂസേഡ്. You might be feeling wretched because of your sickness, wretched because of your sin, wretched because something is wrong. I promise you, as a man of God, the blood of Jesus will cleanse you totally and set you free. The Bible says, വേദപുസ്തകം പറയുന്നു, we are not qualified for mercy. നാം ദയയ്ക്ക് യോഗ്യരായിരുന്നില്ല. We are not qualified to God called Father. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ യോഗ്യതയുള്ളവരായിരുന്നില്ല. We are not qualified to stand in His presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ നാം യോഗ്യതയുള്ളവരായിരുന്നില്ല. But thanks to Jesus Christ, യേശു ക്രിസ്തുവിനായി ദൈവത്തിന് സ്തോത്രം. by the precious blood of Jesus, യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ, my Bible says Jesus qualified me where I had to be disqualified. ഞാൻ അയോഗ്യനായി തീരുന്നിടത്ത് യേശു എന്നെ യോഗ്യനാക്കി, അവന്റെ രക്തത്താൽ എന്നെ യോഗ്യനാക്കി തീർത്തുവെന്ന് ഈ വചനം I പറയുന്നു. want to tell everyone here tonight, ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയട്ടെ, you might be thinking, I am not qualified to be healed, I am not qualified to be blessed, I am not qualified to even look at the Father. I want to tell you the truth. Jesus has finished everything. Today you are qualified to receive every blessing from above. സൗഖ്യമാകുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും യോഗ്യതയില്ലെന്ന് കരുതുന്നതോടെ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു തന്റെ തികവേറിയ പ്രവൃത്തിയിലൂടെ താങ്കളുടെ അയോഗ്യതകളെല്ലാം മാറ്റി യോഗ്യതയുള്ളവനാക്കി തീർത്തിരിക്കുന്നു. You are qualified to be healed. You are qualified to be blessed. Your family is qualified for every good thing, and eternal life
സൗഖ്യമാകുവാൻ യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുടുംബം സകല അനുഗ്രഹവും പ്രാപിക്കുവാൻ യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. എല്ലാത്തിലും ഉപരി നിത്യജീവനം യേശു മുഖാന്തരം അനുഭവിപ്പാൻ യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. Don't think that this man can do anything for you tonight. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുതേ, ഈ വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന്. I can do nothing. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. Because what all had to be done is already done on the cross by the death and resurrection of Jesus Christ. എന്നാൽ ഇതെല്ലാം സാധ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താലും തന്റെ പുനരുത്ഥാനത്താലും അത്രേ. Hallelujah. Hallelujah. All these nights we are going to see the marvelous Jesus walk among these grounds and setting people free. ഈ 4 രാത്രികൾ നമ്മൾ കാണാൻ പോകുന്നത് ആ മഹത്വവാനായ യേശു ഈ ഗ്രൗണ്ടിലൂടെ ഇറങ്ങി നടന്ന് രോഗികളെ സൗഖ്യമാക്കുന്നതത്രേ. That we are partakers of light with the saints. നാം വിശുദ്ധന്മാരുടെ കൂടെ ആ വെളിച്ചത്തിന്റെ കൂട്ടവകാശികളാകുന്നു. Light is the ignorance is gone and understanding coming. പ്രകാശം എന്നതോ അജ്ഞത മാറിപ്പോവുകയും ദൈവത്തിന്റെ ജ്ഞാനം അത് കടന്നു വരികയും ചെയ്യുന്നതാകുന്നു. Hallelujah. Hallelujah. Many people are today ignorant about God, ignorant about the way. That is why they are lying in confusion, fear, guilt and unworthiness. ഈ നാളുകളിൽ അനേകർ ദൈവത്തെക്കുറിച്ച് അജ്ഞരാണ്, ആ വഴിയെക്കുറിച്ച് അജ്ഞരാണ്. അതുകൊണ്ട് അവർ ആശയക്കുഴപ്പത്തിൽ വീണിരിക്കുന്നു. ഭയവും കുറ്റബോധവും അയോഗ്യതയും അവരെ ഭരിക്കുന്നു. The truth is, in the book of Romans chapter 3 and verse 11, the Bible says, there is no one who understands, there is no one who seeks after God. They have all turned aside. They have together become unprofitable. They have become unprofitable because they are not seeking God and are ignorant of the truth. സത്യമെന്നതോ റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 11 മുതൽ വാക്യങ്ങൾ പറയുന്നു, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. കാരണം അവർ ദൈവത്തെക്കുറിച്ച് അജ്ഞരായി സത്യത്തോട് അകന്നിരിക്കുന്നു. Hallelujah. Hallelujah. They have become unprofitable. അവർ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. The truth is, light has been shown. ഇതാ വെളിച്ചം പ്രകാശിക്കുന്നു. You have to walk in darkness. ഇനി ഇരുട്ടിൽ നടക്കേണ്ട ആവശ്യമില്ല. Jesus has finished everything. യേശു സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. Just to go and take whatever you want. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോയി എടുത്താൽ മാത്രം മതി. The Bible says വേദപുസ്തകം പറയുന്നു. in Romans 3, reading further, റോമാലേഖനം 3-ാം അധ്യായം തുടർന്ന് and വായിക്കുമ്പോൾ verse 20, 20-ാമത്തെ വാക്യം, therefore by the deeds of the law no flesh can be justified in his sight, for by the law is the knowledge of sin. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. By law, if you think you can obey every commandment and please God, the Bible says law cannot give you righteousness. ന്യായപ്രമാണം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വേദപുസ്തകം പറയുന്നു, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. The Bible says in verse 21, 21-ാമത്തെ വാക്യം ദൈവവചനം പറയുന്നു, but now the righteousness of God apart from the law is revealed, being witnessed by the law and the prophets. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. Verse 22, even the righteousness of God through faith, not by doing your work, by faith in Jesus Christ. 22-ാമത്തെ വാക്യം, അത് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. Bible says in the book of Romans chapter 3 and verse 22, even the righteousness of God not by work but by faith in Jesus Christ to all and on all who believe, for there is no difference. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. Hallelujah.
Hallelujah. There is nothing that you have to do but just believe that Jesus died for me and you will be righteous, meaning perfect in the sight of God. ഇനി നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യേശു നിങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു. ആ കാരണത്താൽ തന്നെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ തികവുള്ളവരായി തീർന്നിരിക്കുന്നു. The Bible says there is no difference in all and on all. നമ്മുടെ വേദപുസ്തകം പറയുന്നു യാതൊരുവനും വ്യത്യാസമില്ല. Hallelujah. Hallelujah. This is not for Christians. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല. It is for all. ഇത് സകലർക്കുമുള്ളതത്രേ. It is for all. ഇത് സകലർക്കുമുള്ളതത്രേ. There is no difference. യാതൊരു വ്യത്യാസവുമില്ല. Even tonight, ഈ രാത്രിയിലും the Bible says, വേദപുസ്തകം പറയുന്നു the moment you believe, നിങ്ങൾ വിശ്വസിക്കുന്ന ആ നിമിഷം Jesus died for me. യേശു എനിക്കായി മരിച്ചു. That very ആ moment, നിമിഷം തന്നെ that wretchedness will go out of ആ you. തിന്മ നിന്റെ ഉള്ളിൽ നിന്നും മാറിപ്പോകും. You will be no longer called a നിങ്ങൾ sinner, ഇനിമേൽ ഒരു പാപിയായിരിക്കുകയില്ല. but you will be called the Holy One, the righteousness of നിങ്ങൾ God. ദൈവത്തിന്റെ വിശുദ്ധനായി ദൈവത്തിന്റെ നീതിമാനായി തീർന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The Bible says, and that is free of cost. വേദപുസ്തകം പറയുന്നു അത് സൗജന്യമാകുന്നു. This is free. ഇത് പൂർണ്ണമായി സൗജന്യമാകുന്നു. And this is where the ignorance has to go. ഇവിടെയാകുന്നു അജ്ഞത മാറിപ്പോകേണ്ടത്. Many people think, how is it going to be possible? പലരും ചിന്തിച്ചേക്കാം ഇതെങ്ങനെ മാറിപ്പോകും. I don't have to pay money. ഞാൻ പണം കൊടുക്കേണ്ട ആവശ്യമില്ലേ? I don't have to suffer physically. ഞാൻ ശാരീരികമായി ദണ്ഡനം അനുഭവിക്കേണ്ടേ? And God will make me holy. ദൈവം എന്നെ വിശുദ്ധനാക്കുമോ? Cannot understand. അത് മനസ്സിലാകുന്നില്ല. That is why Jesus said, അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്. this is people from who are born from above who can understand ഇത് this. ഉയരത്തിൽ നിന്ന് ജനിച്ചവനാകുന്നു ഇത് മനസ്സിലാകുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Free with Jesus Christ. യേശുവിനോടുകൂടെ അത് സൗജന്യമാകുന്നു. Qualified because of Jesus Christ. യേശു ക്രിസ്തു മുഖാന്തരം യോഗ്യത പ്രാപിച്ചവർ. Can you wave and say thank you, Jesus? കരങ്ങൾ വീശി പറയുമോ യേശുവേ നന്ദി. Hallelujah. ഹല്ലേലൂയ. One day Jesus was visited by a person called Nicodemus. നിക്കോദിമോസ് എന്ന വ്യക്തി ഒരിക്കൽ യേശുവിനെ കാണുവാനായി എത്തി. Jesus was talking this thing in a very simple manner. യേശു ഇത് വളരെ ലഘുവായ രീതിയിൽ തന്നോട് വിവരിച്ചു കൊടുത്തു. But that man could not ആ understand. വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. Jesus said, യേശു ഇപ്രകാരം പറഞ്ഞു if I talk earthly things and you cannot believe, how will you believe if I talk to you heavenly ഈ things? ഭൗമികമായ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിന്നോട് എങ്ങനെ ഞാൻ പറഞ്ഞു വിവരിച്ചു തരും? Hallelujah. ഹല്ലേലൂയ. Bolo Yeshu Masih ki jai. Hallelujah. Tonight, ഈ രാത്രിയിൽ Jesus has qualified you. യേശു താങ്കളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നു. Qualified you for every good thing that he has kept for അവൻ you. നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സകലത്തിനുമായി അവൻ യോഗ്യനാക്കിയിരിക്കുന്നു. Proverbs 28:1, the Bible says, the righteous are bold as a lion. സദൃശവാക്യങ്ങൾ 28:1 പറയുന്നു നീതിമാൻ ഒരു സിംഹത്തെ പോലെ ധൈര്യവാനാകുന്നു. Hallelujah. ഹല്ലേലൂയ. Whatever challenge comes, whatever tribulation come, you will not be shaken when you understand the truth. ഏത് വെല്ലുവിളി വന്നാലും ഏത് പീഡനം വന്നാലും നിങ്ങൾ സത്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ കുലുക്കമുള്ളവനായിരിക്കുകയില്ല. Tonight, ഈ രാത്രിയിൽ the same Jesus അതേ യേശു who delivered us from every power of darkness സകല അന്ധകാരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച അതേ യേശു is here tonight. ഇവിടെ ഈ രാത്രിയിലുണ്ട്. When I come to Nagar, ഞാൻ നഗറിലേക്ക് വന്നപ്പോൾ I have to get down at Pune airport. ഞാൻ പൂന എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ And when I come to Pune airport, ഞാൻ പൂന എയർപോർട്ടിൽ വന്നപ്പോൾ it reminds me of the place where I met with a road accident and I was paralyzed. ഞാൻ ഇവിടെ റോഡ് ആക്സിഡന്റിൽ പെട്ട ആ സ്ഥലവും ആ കാര്യങ്ങൾ ഞാൻ ഓർത്തെടുത്തു. Oh, this is a place where it reminds me that the devil wanted to kill me and Jesus turned it into a miracle and I am standing here right in this place proclaiming his good news. ഇവിടെ ഈ സ്ഥലത്തായിരുന്നു പിശാച് എന്നെ കൊന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചത്. എന്നാൽ ആ സ്ഥലത്ത് തന്നെ യേശു തന്റെ സാക്ഷ്യമായി എന്നെ നിർത്തിയിരിക്കുന്നു. In Jesus, യേശുവിൽ you and me are qualified. ഞാനും നിങ്ങളും യോഗ്യരായിരിക്കുന്നു. You and me are delivered. ഞാനും നിങ്ങളും No വിടുവിക്കപ്പെട്ടിരിക്കുന്നു. need of any more deliverance. ഇനി ഒരു വിടുതലിന്റെ ആവശ്യമില്ല.
Hallelujah. Hallelujah. And conveyed to this kingdom. ആ രാജ്യത്തിലേക്ക് നമ്മളെ മാറ്റിയിരിക്കുന്നു. Everyone who is sitting over here, every sick person, I want to tell you a good news. You are qualified for the healing ഇവിടെ tonight. ഈ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, സൗഖ്യത്തിനായി നിങ്ങൾ യോഗ്യതയുള്ളവരായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Jesus has qualified you. യേശുവാണ് നിങ്ങൾക്ക് ആ പ്രാപ്തി To തന്നത്. come out of the sickness, come out of the pain, come out of poverty, and have a realization of eternal life. ആ രോഗത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന് ആ സത്യത്തിലേക്കുള്ള നടത്തിപ്പിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. Can you say thank you, നിങ്ങൾ Jesus? യേശുവേ നന്ദി എന്ന് പറയുമോ? Nicodemus could not understand this നിക്കോദിമോസിന് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. because this is heavenly thing. കാരണം ഇത് സ്വർഗീയമായ That കാര്യങ്ങളാകുന്നു. is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, if I talk earthly things and you don't understand, how can you understand heavenly ഈ things? ഭൂമിയിലെ കാര്യങ്ങളെ പറഞ്ഞിട്ട് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ കാര്യങ്ങൾ നീ എങ്ങനെ ഗ്രഹിക്കും? Therefore you should be born from above. അതുകൊണ്ട് നീ ഉയരത്തിൽ നിന്ന് ജനിക്കണം. What is born from above? എങ്ങനെ ഉയരത്തിൽ നിന്ന് ജനിക്കും? It is to invite Jesus in your life. അത് യേശുവിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിലൂടെയാകുന്നു. Very simple. അത് വളരെ ലഘുവായ കാര്യമാകുന്നു. Simple because it is just you can invite. വളരെ ലഘുവായ കാര്യം അവനെ ക്ഷണിക്കുക. But difficult to believe. അത് വിശ്വസിക്കാൻ കഠിനമാകുന്നു. But the truth is, എന്നാൽ സത്യം എന്നതോ, Jesus Christ has set us totally free. യേശുക്രിസ്തു നമ്മളെ പരിപൂർണമായി വിടുവിച്ചിരിക്കുന്നു. Can you say, I am qualified? വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ യോഗ്യതയുള്ളവനായിരിക്കുന്നു. I am ഞാൻ qualified യോഗ്യതയുള്ളവനായിരിക്കുന്നു. for all the blessings of God. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും ഞാൻ യോഗ്യതയുള്ളവനായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I am ഞാൻ qualified. യോഗ്യതയുള്ളവനായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The Bible says qualified in Christ വേദപുസ്തകം Jesus. പറയുന്നു, ക്രിസ്തുവിലാകുന്നു നിങ്ങൾ Not by യോഗ്യതയുള്ളവരായിരിക്കുന്നത്. joining Christianity, but becoming one in അത് Jesus. ക്രിസ്ത്യാനിയായി തീരുന്നതല്ല, അത് ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നതാകുന്നു. Oh, what a wonderful എത്ര gospel. മനോഹരമായ സുവിശേഷമാകുന്നു ഇത്. Saves and heals and sets people out of ignorance. അത് ജനങ്ങളെ രക്ഷിക്കുന്നു, രോഗത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും വിടുവിക്കുന്നു, അത് അവരെ സ്വതന്ത്രരാക്കുന്നു. Luke chapter 15, I call it the lost and found chapter. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൽ നിന്നാകുന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. A son who is living in the house with the father. പിതാവിനോട് കൂടെ ഭവനത്തിൽ വസിക്കുന്ന ഒരു യുവാവിനെ കുറിച്ചുള്ള കാര്യമാകുന്നു. Thinks that the outside world is better. അവൻ ചിന്തിച്ചു, പുറത്തുള്ള ലോകം അത് മനോഹരമാണ്. Thinks that there is more joy outside. പുറത്ത് മഹാസന്തോഷമുണ്ടെന്ന് അവൻ ധരിച്ചു. So slowly he gets out of the father's house. അങ്ങനെ താൻ സാവധാനം പിതാവിന്റെ അടുക്കൽ നിന്ന് താൻ മാറിപ്പോയി. He goes as a servant to a rich man's house താൻ now. ധനവാനായ ഒരു വ്യക്തിയുടെ അടുക്കൽ ഒരു സേവകനായി വേല ചെയ്തു. And now he is eating the food of the pigs. താൻ ഇപ്പോൾ പന്നിക്കുള്ള വാള വരെ തിന്നുകയാണ്. Suddenly the Bible says he comes to his senses. വേദപുസ്തകം പറയും, തനിക്ക് സുബോധം വന്നു. Comes out of ignorance. അജ്ഞതയിൽ നിന്ന് അവൻ പുറത്തു വന്നു. And things like this. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, In my house, in my father's house, it is so plenty that even the servants are totally full. എന്റെ പിതാവിന്റെ ഭവനത്തിൽ വേലക്കാരോ അവർ തിന്ന് ശേഷിപ്പിക്കുന്നു. So he decides one thing. അതുകൊണ്ട് താൻ ഒരു I തീരുമാനമെടുത്തു, will return to my father. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകും. Hallelujah. ഹല്ലേലൂയ. I love my father who is in heaven. സ്വർഗ്ഗത്തിലുള്ള എന്റെ പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നു. Father of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുവിന്റെ പിതാവായ ദൈവത്തെ ഞാൻ When സ്നേഹിക്കുന്നു. we return to him, നാം അവനിലേക്ക് തിരികെ ചെല്ലുമ്പോൾ he will not say, you sinner, അവൻ ഒരിക്കലും പറയുകയില്ല, നീ പാപി, you destroyer. നീ നശിപ്പിച്ചവനാകുന്നു. No, he will not say. അവൻ ഒരിക്കലും അങ്ങനെ പറയുകയില്ല. But Jesus said, എന്നാൽ യേശു പറയുന്നു, he will take you, അവൻ തന്നെ വാരിയെടുത്തു, put you on the shoulder, അവനെ ചുമലിലേറ്റി, and dance അവൻ around. ചുറ്റുപാട് നടന്ന് നൃത്തം ചെയ്തു. Hallelujah. ഹല്ലേലൂയ. The Bible says, വേദപുസ്തകം പറയുന്നു, this boy came back to the father's house. ഈ യുവാവ് പിതാവിന്റെ ഭവനത്തിൽ മടങ്ങിച്ചെന്നു. And he was thinking to say, I am a sinner. അവൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാനൊരു പാപിയാണെന്ന് പറയണം, I am unworthy. ഞാൻ യോഗ്യതയില്ലാത്തവൻ, Please consider me as a servant. ഒരു സേവകനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. He had a big speech written. തന്റെ കയ്യിൽ എഴുതപ്പെട്ട ഒരു വലിയ But പ്രസംഗമുണ്ടായിരുന്നു. even before he could say anything, താൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി the father saw him, പിതാവ് അവനെ കണ്ടു. ran towards him, അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു, and hugged അവനെ him. കെട്ടിപ്പിടിച്ചു.
and said, ഇപ്രകാരം പറഞ്ഞു, this is my son, ഇതെന്റെ മകനാകുന്നു. lost but he is found. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എനിക്ക് മടക്കി That ലഭിച്ചിരിക്കുന്നു. is my father. അതാകുന്നു എന്റെ പിതാവ്. He did not send him to servant quarters. He sent him into his own chamber with a golden ring of authority in his hand. അവനെ തന്റെ സേവകന്മാരുടെ ലയത്തിലേക്ക് അയച്ചില്ല, എന്നാൽ തന്റെ അരമനയിലേക്ക് തന്നെ അയച്ച് അവന്റെ കയ്യിൽ ഒരു മോതിരം അണിയിച്ചു. He has qualified us. അവൻ നമ്മളെ യോഗ്യതയുള്ളവനാക്കി. In Jesus we are qualified. യേശുവിൽ നാം യോഗ്യതയുള്ളവരായി തീർന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Tonight, ഈ രാത്രി that same Jesus അതേ യേശു who healed the sick, cleansed the leper, raised the dead, the same Jesus who healed me is here tonight. രോഗിയെ സൗഖ്യമാക്കിയവൻ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ, എന്നെ സൗഖ്യമാക്കി യേശു എന്ന് ഇവിടെയുണ്ട്. He is here in this ground. ഈ ഗ്രൗണ്ടിൽ യേശു ഉണ്ട്. He has qualified you. അവൻ നിങ്ങളെ യോഗ്യതയുള്ളവനാക്കിയിരിക്കുന്നു. wants to qualify you. അവൻ നിന്നെ യോഗ്യതയുള്ളവനാക്കുവാൻ You ആഗ്രഹിക്കുന്നു. don't have to run away from God. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല. Without you he is so sad. നിന്നെ കൂടാതെ അവൻ ദുഃഖിതനാകുന്നു. When you turn around to him, നീ അവനിലേക്ക് മടങ്ങി വന്നാൽ he will run for you, അവൻ നിന്റെ അടുക്കലേക്ക് ഓടി വരും, embrace നിന്നെ you. കെട്ടിപ്പിടിക്കും. Every sin, every curse, everything will be rooted out at the name of Jesus എല്ലാ Christ. പാപവും ശാപവും സകലതും യേശുവിന്റെ രക്തത്താൽ പിഴുതെറിയപ്പെടും. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. ആ രക്തസ്രവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ സൗഖ്യമായെങ്കിൽ, അന്ന് അഹമ്മദ് നഗറിൽ നടന്ന മീറ്റിങ്ങിൽ സൗഖ്യങ്ങൾ, വിടുതലുകൾ സംഭവിച്ചപ്പോൾ ആ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ വചനത്തിൽ കൂടെ തന്നെ യേശുവോടുണ്ട്. അവർ വിശ്വാസത്താൽ അടുത്തോട്ട് വന്നപ്പോൾ വിടുതലായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് അതേ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ ഭവനങ്ങളിലും നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് കർത്താവുണ്ട്. കർത്താവ് അവിടെ പൂർണ്ണ അനുഗ്രഹത്തിൻ്റെ നിറവുമായി നമ്മുടെ അടുക്കൽ നിൽപ്പുണ്ട്. നമ്മൾ ഭയപ്പെടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഭയക്കുകയല്ല, വിശ്വസിക്കണം. എൻ്റെ യേശു എനിക്ക് അത്ഭുതം ചെയ്യും, ഈ രോഗം മാറും, ഞാൻ മരിച്ച് മൺമറയും എന്ന എൻ്റെ മനസ്സ് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പോലും പറയുന്നതെങ്കിൽ, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അനേകരുടെ മധ്യത്തിൽ നിന്ന് യേശു ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പറയും. എൻ്റെ ആ പ്രതിസന്ധി മാറി കർത്താവ് എന്നെ എടുത്തുയർത്തും. അങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകമെങ്ങും ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് കാണുന്നുണ്ടല്ലോ. ഭയത്തോടെ ഇനി ഒരു സ്റ്റെപ്പ് പോലും ജീവിതത്തിൽ വെക്കാൻ മേലാത്ത നിലയിൽ ഭയത്തോടെ ഇരിക്കുന്ന വ്യക്തികളെ കർത്താവ് അറിയുന്നു. എൻ്റെ കർത്താവിൻ്റെ കരം ഇന്നവരെ തൊടുമുറാണമേ. കർത്താവെ, അഹമ്മദ് നഗറിൽ കർത്താവ് ഇറങ്ങി ആ ജനലക്ഷങ്ങളെ കർത്താവ് സ്പർശിച്ചു, സമാധാനം കൊടുത്തു, അനേകരെന്ന് വിടുവിച്ചെങ്കിൽ അതേ വചനമാണല്ലോ ഇന്ന് ഈ മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേ യേശുവാണല്ലോ അവരുടെ സമീപം നിൽക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മനപീഠകളും മാറട്ടെ. കർത്താവെ, ജീവിതത്തിൽ ചില പ്രതിസന്ധികളിൽ ഇനി വ്യക്തികളെല്ലാം കൈവിട്ട നിലയിൽ ആരും കൂടെയില്ലാതെ സാമ്പത്തികമായിട്ടും ഒരു വഴിയും കാണാതെ നിൽക്കുന്ന ചിലർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിലും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ അതിന് അത്ഭുത വിടുതലാണെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഹോദരങ്ങൾ ഇപ്പോൾ വിടുതലാകട്ടെ. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും എന്ന വചനം പോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധിയുടെ ആ കെട്ടിപ്പോൾ പൊട്ടട്ടെ, രോഗബന്ധനം അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ് എൻ്റെ ഉള്ളിൽ ഒരു കാഴ്ച തരുന്നത് സ്കിൻ പ്രോബ്ലംസ് കർത്താവ് സൗഖ്യമാക്കുന്ന, അപ്പോൾ തന്നെ ഈ ശരീരത്തിലെല്ലാം ചാരം വാരി പൂശിയാൽ എങ്ങനെയുണ്ടോ അങ്ങനെയുള്ള പാടുകളുമായി നിൽക്കുന്ന വ്യക്തി, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വിടുതലാകുന്നില്ല, ഭാരത്തില, കർത്താവിൻ്റെ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങയുടെ വചനമാണല്ലോ നിൻ്റെ നാമത്തിൽ വിടുതലുണ്ടെന്ന്, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ നിമിഷം വിടുതലാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മരണഭയങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. മറ്റു പല രോഗികൾ ഇന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. അത്ഭുത സൗഖ്യങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ശരീരങ്ങളെ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ വിടുതലുകൾ ഞങ്ങളെ ഒന്ന് അറിയിക്കണം. തിരുസന്നിധി വന്നിടുവതിനായി കാന്തയെ ഒരുക്കിയിടണമേ. നിൻ തിരുസന്നിധി വന്നിടുവതിനായി എന്നെ ഒരുക്കിയിടണമേ. തിരുനിണത്താൽ എന്നെ കഴുകിടണമേ, ശുദ്ധമാക്കിടണമേ, ഉള്ളം ശുദ്ധമാക്കിടണമേ. നിറയ്ക്കണേ നാഥ ആത്മാവിനാൽ എന്നെ പണിയുക. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10 മൂവാറ്റുപുഴയിൽ. നവംബർ 29 ശനി രാവിലെ 10 മുനിസിപ്പൽ ടൗൺ ഹാൾ, നെഹ്റു പാർക്കിന് സമീപം. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10. എന്റെ പ്രാണനെ ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഡിസംബർ 5 വെള്ളി വൈകിട്ട് 5:30, ഡിസംബർ 6 ശനി രാവിലെ 10 പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. താലെന്നെ അഭിഷേകം. ഡോക്ടർ മാത്യു കുരുവിള ഇൻ ലണ്ടൻ, ഡിസംബർ 12 ഫ്രൈഡേ, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788 307 5018. December 13 and 14, Saturday and Sunday. Time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and Deliverance Meeting, Croydon Tabernacle, 3840 Parsons Mead, West Croydon.